ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്ന സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക. നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന LGS മാരത്തോൺ ഡേ 2024 100 ഡേയ്സ് ചലഞ്ച് ആരംഭിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ LGSന്റെ ഓൺലൈൻ ക്ലാസിന്റെ പേര്. സുഹൃത്തുക്കൾ എല്ലാവരും ഒരു കാര്യം കൂടി ഒന്ന് ഓർത്തോളണേ, നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്ത സുഹൃത്തുക്കളെ ഒന്ന് ജോയിൻ ചെയ്യുക. ഇവിടെ പറയാത്ത കുറച്ച് വർക്കൗട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അതിനകത്ത് ആഡ് ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും സുസ്വാഗതം നമ്മുടെ ഏറ്റവും പുതിയ LGS മാരത്തോൺ 2024ലേക്ക്. ഇനി നമുക്ക് നോക്കാനുള്ളത് 2024 LGSന്റെ സ്റ്റഡി പ്ലാൻ ആണ്. അപ്പോൾ എന്തായാലും സുഹൃത്തുക്കളെ, നിങ്ങൾ ഒരു ദിവസം 2 മണിക്കൂർ പഠിക്കണം. ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഒരു ദിവസം 2 മണിക്കൂർ എന്ത് ചെയ്യണം? നമ്മുടെ LGS പഠനത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി നമ്മുടെ മുമ്പിൽ ഏകദേശം 100 ദിവസമുണ്ട്. ഈ 100 ദിവസം കൊണ്ട് സുഖമായിട്ട് നമുക്ക് 2024 LGS ക്ലിയർ കട്ട് ചെയ്യാൻ പറ്റും. എല്ലാ ആഴ്ചയും സൺഡേസിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു 25 മാർക്കിന്റെ മോക്ക് ടെസ്റ്റ്. അത് നമ്മൾ തിങ്കൾ മുതൽ ശനി വരെ പഠിച്ചിട്ടുള്ള മുഴുവൻ പോയിന്റ്സും ചേർത്തുകൊണ്ട് ഒരു മോക്ക് ടെസ്റ്റ് കൂടെ നമ്മൾ കണ്ടക്ട് ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റഡി പ്ലാൻ എന്നുള്ളത്. നിങ്ങൾക്ക് എല്ലാവരും LGS റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരിക്കും, ഉറപ്പാണ്. അപ്പൊ നമുക്ക് സമയം കളയണ്ട. ഇന്ന് എന്താണ് പഠിക്കാനുള്ളത്? നമ്മൾ ആദ്യമായി പഠിക്കാൻ പോകുന്നത് സ്വാതി തിരുനാളിനെ പറ്റിയിട്ടാണ്. PSCയുടെ ഏറ്റവും ഇഷ്ട മേഖലയാണ് സ്വാതി തിരുനാൾ പഠിക്കുക. തിരുവിതാംകൂർ രാജവംശത്തില് പ്രധാനമായിട്ടും അല്ലെങ്കിൽ ആദ്യമായി നമ്മൾ പഠിച്ചു തീർക്കാനുള്ളത് മാർത്താണ്ഡവർമ്മ, അതുപോലെ സ്വാതി തിരുനാള്, ചിത്തിര തിരുനാള്. ഇവര് 3 പേരെ വേണം ആദ്യം നമ്മൾ പഠിച്ചു തീർക്കാൻ. അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള രാജാക്കന്മാരായിരുന്നു ഇവര്, അല്ലെങ്കിൽ ഭരണാധികാരികളായിരുന്നു ഇവര്. അപ്പൊ നമുക്ക് ഇന്ന് ആദ്യമായി പഠിക്കാനുള്ളത് ആരെയാണ്? സ്വാതി തിരുനാളിനെ പറ്റിയാണ്. നമുക്ക് സമയം കളയേണ്ട, പഠിക്കാം സ്വാതി തിരുനാൾ. സ്വാതി തിരുനാളിന്റെ യഥാർത്ഥ നാമം രാമവർമ്മ എന്നാണ്. സ്വാതി തിരുനാളിന്റെ യഥാർത്ഥ നാമം എന്താണ്? രാമവർമ്മ എന്നാണ്. തിരുവിതാംകൂറിന്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് സ്വാതി തിരുനാളിന്റെ കാലഘട്ടം. PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞത്. തിരുവിതാംകൂറിന്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് സ്വാതി തിരുനാളിന്റെ കാലഘട്ടമായിരുന്നു. ഗർഭശ്രീമാൻ എന്നും ദക്ഷിണ ഭോജൻ എന്നും അറിയപ്പെടുന്ന തിരുവിതാംകൂർ ഭരണാധികാരി ആര് എന്ന് ചോദിച്ചാൽ അത് സ്വാതി തിരുനാളാണ്. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, പഠിക്കുക. ഗർഭശ്രീമാൻ എന്നും ദക്ഷിണ ഭോജൻ എന്നും അറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ ഭരണാധികാരി ആര് എന്ന് ചോദിച്ചാൽ അത് സ്വാതി തിരുനാളാണ്. സംഗീതജ്ഞരിലെ രാജാവെന്നും രാജാക്കന്മാർക്കിടയിലെ സംഗീതജ്ഞൻ എന്നും അറിയപ്പെട്ടിരുന്നത് തിരുവിതാംകൂർ ഭരണാധികാരി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്വാതി തിരുനാളാണ്. എന്താ പറഞ്ഞത്? സംഗീതജ്ഞരിലെ രാജാവെന്നും രാജാക്കന്മാരിലെ സംഗീതജ്ഞൻ എന്നും അറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ ഭരണാധികാരി ആര് എന്ന് ചോദിച്ചാൽ അത് സ്വാതി തിരുനാളായിരുന്നു. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ തിരുവിതാംകൂർ രാജാവ് സ്വാതി തിരുനാളാണ്. പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. PSC പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യമാണ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ തിരുവിതാംകൂർ ഭരണാധികാരി അല്ലെങ്കിൽ രാജാവ് ആരെന്ന് ചോദിച്ചാൽ സ്വാതി തിരുനാളായിരുന്നു. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. സ്വാതി തിരുനാളിന്റെ യഥാർത്ഥ നാമം എന്തായിരുന്നു? രാമവർമ്മ എന്നായിരുന്നു. തിരുവിതാംകൂറിൽ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് സ്വാതി തിരുനാളിന്റെ കാലഘട്ടം. ഗർഭശ്രീമാൻ എന്നും ദക്ഷിണ ഭോജൻ എന്നും അറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ ഭരണാധികാരി സ്വാതി തിരുനാളായിരുന്നു. സംഗീതജ്ഞരിലെ രാജാവെന്നും രാജാക്കന്മാരിലെ സംഗീതജ്ഞൻ എന്നും അറിയപ്പെട്ടിരുന്നത് തിരുവിതാംകൂർ ഭരണാധികാരി സ്വാതി തിരുനാളായിരുന്നു. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ തിരുവിതാംകൂർ രാജാവ് സ്വാതി തിരുനാളാണ്. സ്വാതി തിരുനാൾ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ഭരണ പരിഷ്കാരങ്ങളാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. സ്വാതി തിരുനാൾ കൊണ്ടുവന്ന ഭരണ പരിഷ്കാരങ്ങൾ: പെറ്റി സിവിൽ കേസുകൾ, പോലീസ് കേസുകൾ കേൾക്കുന്നതിന് വേണ്ടി മുൻസിഫ് കോടതികൾ സ്ഥാപിച്ചത് സ്വാതി തിരുനാളായിരുന്നു. പെറ്റി സിവിൽ കേസുകൾക്കും അതുപോലെ പോലീസ് കേസുകൾക്കും കേൾക്കുന്നതിന് വേണ്ടിയിട്ട് മുൻസിഫ് കോടതികൾ സ്ഥാപിച്ചതായിരുന്നു ചോദിച്ചാൽ അത് സ്വാതി തിരുനാളായിരുന്നു. അപ്പോ നമ്മുടെ തിരുവിതാംകൂറിലെ മുൻസിഫ് കോടതികൾ സ്ഥാപിച്ച ഭരണാധികാരി ആയിരുന്നു ചോദിച്ചാൽ അത് സ്വാതി തിരുനാളായിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയുടെ മാതൃകയിൽ ഒരു നിയമസംഹിത ക്രോഡീകരിച്ചുകൊണ്ട് 1835 മുതൽ പ്രാബല്യത്തിൽ വരുത്തുകയും ചെയ്തു. ബ്രിട്ടീഷ് ഇന്ത്യയുടെ മാതൃകയില് ഒരു നിയമ സംഹിത ക്രോഡീകരിച്ച് 1835 മുതൽ അത് പ്രാബല്യത്തിൽ വരുത്തി. എവിടെയാ? നമ്മുടെ തിരുവിതാംകൂറിൽ. തിളച്ച നെയ്യിൽ കൈമുക്കി കുറ്റം കണ്ടുപിടിക്കുന്ന ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കിയതാരെന്ന് ചോദിച്ചാൽ അത് സ്വാതി തിരുനാളാണ്. പഠിച്ചോളനെ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. തിളച്ച നെയ്യില് കൈമുക്കി കുറ്റം കണ്ടുപിടിക്കുന്ന ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കിയതാരെന്ന് ചോദിച്ചാൽ സ്വാതി തിരുനാളാണ്. ആരംഭിച്ചത് ആരാ സുഹൃത്തുക്കളെ? മാർത്താണ്ഡവർമ്മയായിരുന്നു അല്ലെ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. മാർത്താണ്ഡവർമ്മയായിരുന്നു ശുചീന്ദ്രം കൈമുക്ക് ആരംഭിച്ചത്. എന്നാൽ സ്വാതി തിരുനാളിന്റെ കാലഘട്ടം എത്തിയപ്പോഴേക്കും തിളച്ച നെയ്യില് കൈമുക്കി കുറ്റം കണ്ടുപിടിക്കുന്ന ശുചീന്ദ്രം കൈമുക്ക് എന്ന് പറയുന്ന പരിപാടി നിർത്തലാക്കി ആര്? സ്വാതി തിരുനാള്.
രാജ്യത്തിന്റെ ഭരണകാര്യങ്ങളിൽ രാജാവ് നേരിട്ട് ശ്രദ്ധിക്കാൻ സൗകര്യമുണ്ടാക്കുന്നതിന് വേണ്ടി ഹജൂർ കച്ചേരിയും മറ്റു സർക്കാർ സ്ഥാപനങ്ങളും കൊല്ലത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റി. പഠിച്ചോളനെ, രാജ്യത്തിന്റെ ഭരണകാര്യങ്ങളിലെ രാജാവിന് നേരിട്ട് ശ്രദ്ധിക്കാൻ സൗകര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഹജൂർ കച്ചേരിയും മറ്റു സർക്കാർ സ്ഥാപനങ്ങളും കൊല്ലത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയ തിരുവിതാംകൂർ ഭരണാധികാരി ആര് എന്ന് ചോദിച്ചാൽ അത് സ്വാതി തിരുനാളാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. സ്വാതി തിരുനാൾ കൊണ്ടുവന്ന ഭരണ പരിഷ്കാരങ്ങളാണ് നമ്മൾ നോക്കിയത്. പെറ്റി, സിവിൽ കേസുകൾ, പോലീസ് കേസുകൾ എന്നിവ കേൾക്കുന്നതിന് വേണ്ടിയിട്ട് മുൻസിഫ് കോടതികൾ സ്ഥാപിച്ചതാരെന്ന് ചോദിച്ചാൽ സ്വാതി തിരുനാളാണ്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ മാതൃകയിൽ ഒരു നിയമസംഹിത ക്രോഡീകരിക്കുകയും അത് 1935 തിരുവിതാംകൂറിലെ പ്രാബല്യത്തിൽ വരുത്തുകയും ചെയ്തു. ആരാണ്? സ്വാതി തിരുനാൾ. തിളച്ച നെയ്യിലെ കൈമുക്കി കുറ്റം കണ്ടുപിടിക്കുന്ന ശുചീന്ദ്രം കൈമുക്ക് സ്വാതി തിരുനാള് നിർത്തലാക്കി ആരംഭിച്ചതാരാ സുഹൃത്തുക്കളെ? നമ്മുടെ മാർത്താണ്ഡവർമ്മയായിരുന്നു. രാജ്യത്തിന്റെ ഭരണകാര്യങ്ങളിൽ രാജാവ് നേരിട്ട് ശ്രദ്ധിക്കാൻ സൗകര്യം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഹജൂർ കച്ചേരിയും മറ്റു സർക്കാർ സ്ഥാപനങ്ങളും കൊല്ലത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയതാരെന്ന് ചോദിച്ചാൽ അത് സ്വാതി തിരുനാളാണ്. പഠിക്കുക. തിരുവനന്തപുരത്തെ പൂർണ്ണമായും തിരുവിതാംകൂറിന്റെ തലസ്ഥാനമാക്കി തീർത്ത തിരുവിതാംകൂർ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അത് സ്വാതി തിരുനാളാണ്. പഠിച്ചോളനെ, നല്ലൊരു പോയിന്റ് ആണ്. തിരുവനന്തപുരത്തെ പൂർണ്ണമായിട്ടും തിരുവിതാംകൂറിന്റെ തലസ്ഥാനമാക്കി തീർത്ത തിരുവിതാംകൂർ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അത് സ്വാതി തിരുനാളാണ്. പഠിക്കുക. ഇനി നമ്മൾക്ക് പഠിക്കാനുള്ളത് സ്വാതി തിരുനാൾ വിദ്യാഭ്യാസ മേഖലയിൽ എന്തൊക്കെ പുരോഗതിയാണ് കൊണ്ടുവന്നതെന്നാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പുരോഗതികളായിരുന്നു. രണ്ടാമത് നമ്മൾ പറഞ്ഞത് ഇപ്പോ തിരുവിതാംകൂറിലെ സ്വാതി തിരുനാൾ വിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവന്നിട്ടുള്ള പുരോഗതികളാണ്. നമുക്ക് നോക്കാം ഓരോന്നായിട്ട്. തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചത് സ്വാതി തിരുനാളിന്റെ കാലത്താണ്. പഠിച്ചോളനെ. അല്ലെങ്കിൽ തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ടുവന്നതാരെന്ന് ചോദിച്ചാൽ, ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാമത് സ്വാതി തിരുനാളാണ്. തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചത് സ്വാതി തിരുനാളിന്റെ കാലത്താണ്. 1834 സ്വാതി തിരുനാൾ തിരുവനന്തപുരത്ത് ഒരു ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചു. 1836 അത് രാജാസ് ഫ്രീ സ്കൂൾ എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. പഠിച്ചോളനെ. 1834 സ്വാതി തിരുനാൾ തിരുവനന്തപുരത്ത് ഒരു ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചു. 1836 അതിനെ രാജാസ് ഫ്രീ സ്കൂൾ എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. ഒന്നുകൂടി പറയുന്നു, ഇമ്പോർട്ടന്റ് ആണ്. 1834 സ്വാതി തിരുനാള് തിരുവനന്തപുരത്ത് ഒരു ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചു. 1836 അതിന്റെ പേര് രാജാസ് ഫ്രീ സ്കൂൾ എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. ഈ കേന്ദ്ര വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജാസ് ഫ്രീ സ്കൂളിലേക്ക് കേട്ടോ. അപ്പോൾ ഈ കേന്ദ്ര വിദ്യാഭ്യാസ സ്ഥാപനമായ രാജാസ് ഫ്രീ സ്കൂളിലേക്ക് വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്നതിന് വേണ്ടിയിട്ട് ഡിസ്ട്രിക്ട് സ്കൂളുകൾ സ്ഥാപിച്ചതാരെന്ന് ചോദിച്ചാൽ അത്, അല്ലെങ്കിൽ ആ സ്ഥാപിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അത് സ്വാതി തിരുനാളായിരുന്നു. പഠിക്കുക. ഇമ്പോർട്ടന്റ് ആണ്. അതായത് രാജാസ് ഫ്രീ സ്കൂൾ എന്ന് പറയുന്നത് ഒരു കേന്ദ്ര വിദ്യാഭ്യാസ സ്ഥാപനമാക്കി മാറ്റുകയും അതിലേക്ക് വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്നതിന് വേണ്ടിയിട്ട് ഡിസ്ട്രിക്ട് സ്കൂളുകൾ സ്ഥാപിക്കുകയും ചെയ്തു. ആരാണ്? സ്വാതി തിരുനാൾ. പഠിക്കുക. ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് സ്വാതി തിരുനാൾ കാർഷിക വാണിജ്യ മേഖലയിൽ, അതായത് തിരുവിതാംകൂറിന്റെ കാർഷിക വാണിജ്യ മേഖലയിൽ സ്വാതി തിരുനാൾ കൊണ്ടുവന്ന മാറ്റങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ പരിഷ്കാരങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. കാർഷിക വാണിജ്യ മേഖലയിലെ തിരുവിതാംകൂറിലെ നമ്മുടെ സ്വാതി തിരുനാൾ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ. നാഞ്ചിനാട്ടെ ജലസേചന സൗകര്യങ്ങൾ നോക്കാൻ ഒരു ജലസേചന മരാമത്ത് വകുപ്പിന് രൂപം നൽകി. പഠിച്ചോളനെ. നാഞ്ചിനാട്ടിലെ ജലസേചന സൗകര്യം നോക്കാനായിട്ട് ഒരു ജലസേചന മരാമത്ത് വകുപ്പിന് രൂപം നൽകി. സ്വാതി തിരുനാൾ 165 പരം ചെറുകിട ചുങ്കങ്ങൾ നിർത്തലാക്കിക്കൊണ്ട് വാണിജ്യ രംഗത്തെ പ്രോത്സാഹിപ്പിച്ചു. പഠിച്ചോളനെ. സ്വാതി തിരുനാള് 165 പരം ചെറുകിട ചുങ്കങ്ങൾ നിർത്തലാക്കിക്കൊണ്ട് വാണിജ്യ രംഗത്തെ പ്രോത്സാഹിപ്പിച്ചു. ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി ഒരു എഞ്ചിനീയറിംഗ് വകുപ്പ് തിരുവിതാംകൂറിൽ ആരംഭിച്ചത് സ്വാതി തിരുനാളാണ്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. പഠിച്ചോളനെ. ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു എഞ്ചിനീയറിംഗ് വകുപ്പ് തിരുവിതാംകൂറിൽ ആരംഭിച്ച ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അത് സ്വാതി തിരുനാളാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം. നാഞ്ചിനാട്ടെ ജലസേചന സൗകര്യങ്ങൾ നോക്കാൻ ഒരു ജലസേചന മരാമത്ത് വകുപ്പിന് രൂപം നൽകി. സ്വാതി തിരുനാൾ 165 പരം ചെറുകിട ചുങ്കങ്ങൾ നിർത്തലാക്കിക്കൊണ്ട് വാണിജ്യ രംഗത്തെ പ്രോത്സാഹിപ്പിച്ചു. ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു എഞ്ചിനീയറിംഗ് വകുപ്പ് തിരുവിതാംകൂറിൽ ആരംഭിച്ചത് സ്വാതി തിരുനാളായിരുന്നു. അപ്പോൾ തിരുവിതാംകൂറിൽ എഞ്ചിനീയറിംഗ് വകുപ്പ് ആരംഭിച്ചത് ആരാണ്?
സ്വാതി തിരുനാളാണ്. അതുപോലെ തന്നെ തിരുവിതാംകൂറിലെ മുൻസിഫ് കോടതികൾ സ്ഥാപിച്ചതായിരുന്നു ചോദിച്ചാൽ അത് സ്വാതി തിരുനാളാണ്. തിരുവിതാംകൂറിൽ ആദ്യമായി ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ അത് സ്വാതി തിരുനാളാണ്. അതുപോലെ തന്നെ ശുചീന്ദ്രം കൈമുക്ക് അവസാനിപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അത് സ്വാതി തിരുനാളാണ്. പഠിക്കുക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്വാതി തിരുനാൾ സ്ഥാപിച്ച പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ്. ഇമ്പോർട്ടന്റ് ആണ് സുഹൃത്തുക്കളെ, പഠിച്ചോളണേ. ഇതെല്ലാം PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. സ്വാതി തിരുനാൾ സ്ഥാപിച്ച പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ. 1836 തിരുവനന്തപുരത്ത് നക്ഷത്ര ബംഗ്ലാവ് സ്ഥാപിച്ചത് സ്വാതി തിരുനാളായിരുന്നു. പഠിച്ചോളണേ. 1836 തിരുവനന്തപുരത്ത് നക്ഷത്ര ബംഗ്ലാവ് സ്ഥാപിച്ചതായിരുന്നു ചോദിച്ചാൽ അത് സ്വാതി തിരുനാളായിരുന്നു. തലസ്ഥാന നഗരിയിൽ ഒരു ധർമാശുപത്രി സ്ഥാപിച്ചു. ആരാണ്? സ്വാതി തിരുനാൾ. അതായത് നമ്മുടെ തിരുവനന്തപുരത്ത് ധർമാശുപത്രി സ്ഥാപിച്ചതായിരുന്നു ചോദിച്ചാൽ അത് സ്വാതി തിരുനാളാണ്. പബ്ലിക് ലൈബ്രറി, ഗവൺമെന്റ് പ്രസ്, കാഴ്ച ബംഗ്ലാവ് എന്നിവ സ്ഥാപിച്ചത് സ്വാതി തിരുനാളാണ്. പഠിച്ചോളണേ. തിരുവനന്തപുരത്ത് പബ്ലിക് ലൈബ്രറി, ഗവൺമെന്റ് പ്രസ്, കാഴ്ച ബംഗ്ലാവ് എന്നിവ സ്ഥാപിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? സ്വാതി തിരുനാളായിരുന്നു. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, സ്വാതി തിരുനാള് കൊല്ലത്ത് നിന്ന് പല പ്രധാനപ്പെട്ട ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെ തലസ്ഥാനം അല്ലെങ്കിൽ ആസ്ഥാനം എങ്ങോട്ട് മാറ്റിയിരുന്നു? തിരുവനന്തപുരത്ത് മാറ്റിയിരുന്നു. അതിന്റെ ഭാഗമായിട്ടുള്ള അപ്ഡേഷൻ ആയിരുന്നു എന്തെന്ന് പറഞ്ഞത് ഈ പറഞ്ഞിരിക്കുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങളും. അപ്പോൾ സുഹൃത്തുക്കൾ ഒന്നുകൂടി പഠിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. 1836 തിരുവനന്തപുരത്ത് നക്ഷത്ര ബംഗ്ലാവ് നിർമ്മിച്ചതായിരുന്നു ചോദിച്ചാൽ അത് സ്വാതി തിരുനാളാണ്. മറക്കരുത്. തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് ധർമാശുപത്രി സ്ഥാപിച്ചതായിരുന്നു ചോദിച്ചാൽ നമ്മുടെ സ്വാതി തിരുനാളാണ്. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് പബ്ലിക് ലൈബ്രറി, ഗവൺമെന്റ് പ്രസ്, കാഴ്ച ബംഗ്ലാവ് എന്നിവ നിർമ്മിച്ചതായിരുന്നു ചോദിച്ചാൽ അത് സ്വാതി തിരുനാളാണ്. പഠിക്കുക. PSC ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നത്. താഴെ പറയുന്ന സ്വാതി തിരുനാളിന്റെ പ്രധാനപ്പെട്ട നിർമ്മിതികൾ ഏതെന്നായിരിക്കും. അതുകൊണ്ട് ഒരിക്കലും മറക്കരുത്, ഇമ്പോർട്ടന്റ് ആണ്. ഉദാഹരണം ഒന്നുകൂടി എടുത്തു പറയുന്ന സുഹൃത്തുക്കളെ, നക്ഷത്ര ബംഗ്ലാവ്, തിരുവനന്തപുരം നഗരത്തിൽ ധർമാശുപത്രി, തിരുവനന്തപുരം നഗരത്തിൽ തന്നെ പബ്ലിക് ലൈബ്രറി, ഗവൺമെന്റ് പ്രസ്, കാഴ്ച ബംഗ്ലാവ് എന്നിവ നിർമ്മിച്ചതായിരുന്നു ചോദിച്ചാല് സ്വാതി തിരുനാളാണ്. പഠിക്കുക. തഹസീൽദാർമാരുടെ സഹായത്തോടു കൂടി 1836 തിരുവിതാംകൂറിലെ ആദ്യത്തെ കനേഷ് കുമാരി കണക്ക് അഥവാ സെൻസസ് നടത്തിയത് സ്വാതി തിരുനാളിന്റെ ഭരണകാലഘട്ടത്തിലായിരുന്നു. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ നേട്ടമായിട്ട് കണക്കാക്കപ്പെടുന്നതും. പഠിച്ചോളനെ. തഹസീൽദാർമാരുടെ സഹായത്തോടു കൂടി 1836 തിരുവിതാംകൂറിൽ ആദ്യത്തെ കനേഷ് കുമാരി കണക്ക് അഥവാ സെൻസസ് നടത്തിയതാരെന്ന് ചോദിച്ചാൽ അത് സ്വാതി തിരുനാളായിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിൽ അല്ലെങ്കിൽ സ്വാതി തിരുനാളിന്റെ ഭരണകാലഘട്ടത്തിലെ ഏറ്റവും വലിയ നേട്ടമായി കണക്കാക്കുന്നതും എന്താണ്? ഈ പറഞ്ഞിരിക്കുന്ന കനേഷ് കുമാരി കണക്ക് അഥവാ സെൻസസ് നടത്തിയതായിരുന്നു. പഠിക്കുക. 1837 അദ്ദേഹം ഒരു റവന്യൂ സർവേ ആരംഭിച്ചു. 1837 നമ്മുടെ സ്വാതി തിരുനാള് ഒരു റവന്യൂ സർവേക്ക് തുടക്കം കുറിച്ചു. 1837 ആധുനിക ലിപി വിളംബരം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അത് സ്വാതി തിരുനാളാണ്. പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. 1837 ആധുനിക ലിപി വിളംബരം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ സ്വാതി തിരുനാളാണ്. പഠിക്കുക. 1837 തിരുവിതാംകൂറിൽ വാന നിരീക്ഷണ കേന്ദ്രം ആരംഭിച്ച രാജാവ് ആരെന്ന് ചോദിച്ചാൽ സ്വാതി തിരുനാളാണ്. ഇപ്പോൾ അങ്ങോട്ട് ചോദിച്ചേ. പഠിച്ചോളനെ. PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 1837 തിരുവിതാംകൂറിൽ വാന നിരീക്ഷണ കേന്ദ്രം ആരംഭിച്ച രാജാവ് ആരെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ സ്വാതി തിരുനാളായിരുന്നു. പഠിക്കുക. 1839 തിരുവിതാംകൂറിൽ ആദ്യത്തെ ഇംഗ്ലീഷ് മലയാളം കലണ്ടർ പുറത്തിറക്കിയ തിരുവിതാംകൂർ രാജാവ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്വാതി തിരുനാളാണ്. അതും ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. 1839 തിരുവിതാംകൂറിലെ ആദ്യത്തെ ഇംഗ്ലീഷ് മലയാളം കലണ്ടർ പുറത്തിറക്കിയ തിരുവിതാംകൂർ രാജാവ് ആരെന്ന് ചോദിച്ചാൽ അതും സ്വാതി തിരുനാളായിരുന്നു. പഠിക്കുക. ഇമ്പോർട്ടന്റ് ആണ് സുഹൃത്തുക്കളെ. ഒന്നുകൂടി പറഞ്ഞു തരാം. തഹസീൽദാർമാരുടെ സഹായത്തോടു കൂടി 1836 തിരുവിതാംകൂറിലെ ആദ്യത്തെ കനേഷ് കുമാരി കണക്ക് അഥവാ സെൻസസ് നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അത് സ്വാതി തിരുനാളായിരുന്നു. ഇതായിരുന്നു സ്വാതി തിരുനാളിന്റെ ഭരണകാലഘട്ടത്തിലെ ഏറ്റവും വലിയ നേട്ടമായിട്ടും കരുതപ്പെടുന്നത്. 1837 അദ്ദേഹം ഒരു റവന്യൂ സർവേക്ക് ആരംഭം കുറിച്ചു. 1837 തന്നെ ആധുനിക ലിപി വിളംബരം നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ സ്വാതി തിരുനാളാണ്. 1837 തിരുവിതാംകൂറിൽ ഒരു വാന നിരീക്ഷണ കേന്ദ്രം ആരംഭിച്ച ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ സ്വാതി തിരുനാളാണ്. 1839 തിരുവിതാംകൂറിൽ ആദ്യത്തെ ഇംഗ്ലീഷ് മലയാളം കലണ്ടർ പുറത്തിറക്കിയ തിരുവിതാംകൂർ രാജാവ് ആരെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ സ്വാതി തിരുനാളാണ്. പഠിക്കുക.
അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് സോതി തിരുനാളും കലാസംഗീത മേഖലയും. നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, സംഗീതജ്ഞരുടെ രാജാവും രാജാവിലെ സംഗീതജ്ഞൻ എന്നൊക്കെ അറിയപ്പെടുന്നത് നമ്മുടെ സോതി തിരുനാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കലയോടും സംഗീതത്തിനോടും വളരെയധികം താല്പര്യമുള്ള ഒരു രാജാവുമായിരുന്നു. അതുകൊണ്ട് തന്നെ സോതി തിരുനാളിന്റെ കലയും സാഹിത്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മേഖലയാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. മോഹിനിയാട്ടത്തിന് പ്രോത്സാഹനം നൽകിയ തിരുവിതാംകൂർ ഭരണാധികാരി സോതി തിരുനാള്. പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. മോഹിനിയാട്ടത്തിന് പ്രോത്സാഹനം നൽകിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അത് സോതി തിരുനാളാണ്. സോതി തിരുനാളിന്റെ സദസ്സിലെ ആസ്ഥാന വിദ്വാൻമാരായിരുന്നു തഞ്ചാവൂർ നാൽവർ. പഠിച്ചോളനെ, സോതി തിരുനാളിന്റെ സദസ്സിലെ ആസ്ഥാന വിദ്വാൻമാരാരെന്ന് ചോദിച്ചാൽ അത് തഞ്ചാവൂർ നാൽവരായിരുന്നു. ആരാണ്? തഞ്ചാവൂർ നാൽവരായിരുന്നു. കർണാടക സംഗീതത്തിലും വീണ വായനയിലും തൽപരനായിരുന്നു സോതി തിരുനാൾ. കർണാടക സംഗീതത്തിലും അതുപോലെ തന്നെ വീണ വായനയിലും തൽപരനായിരുന്നു സോതി തിരുനാൾ. 18ലധികം ഭാഷകൾ കൈകാര്യം ചെയ്തിരുന്ന തിരുവിതാംകൂർ ഭരണാധികാരി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സോതി തിരുനാളാണ്. ഇമ്പോർട്ടന്റ് ആണ്. 18ലധികം ഭാഷകൾ കൈകാര്യം ചെയ്തിരുന്ന തിരുവിതാംകൂറിന്റെ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അത് സോതി തിരുനാളായിരുന്നു. ഒന്നുകൂടി പറയാം, മോഹിനിയാട്ടത്തിന് പ്രോത്സാഹനം നൽകിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അത് സോതി തിരുനാളാണ്. സോതി തിരുനാളിന്റെ സദസ്സിലെ ആസ്ഥാന വിദ്വാൻമാരായിരുന്നു തഞ്ചാവൂർ നാൽവർമാർ. കർണാടക സംഗീതത്തിലും വീണ വായനയിലും തൽപരനായിരുന്നു സോതി തിരുനാൾ. 18ലധികം ഭാഷകൾ കൈകാര്യം ചെയ്തിരുന്ന തിരുവിതാംകൂർ ഭരണാധികാരി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ സോതി തിരുനാളായിരുന്നു. പഠിക്കുക. സോതി തിരുനാളിന്റെ സദസ് അലങ്കരിച്ചിരുന്ന പ്രശസ്തരായ സംഗീതജ്ഞരായിരുന്നു. പഠിച്ചോളനെ, ഷഡ്കാല ഗോവിന്ദ മാരാർ, മേരു സ്വാമി, വടിവേലു, ശിവാനന്ദൻ, പൊന്നയ്യ, ചിന്നയ്യ. ഇത്രയും പേരൊന്ന് പഠിച്ചോളണം. ഇതിനകത്ത് ഷഡ്കാല ഗോവിന്ദമാരാറും മേരുസ്വാമിയും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. അതുകൊണ്ട് അതിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക സുഹൃത്തുക്കളെ. അപ്പോ സോതി തിരുനാളിന്റെ സദസ് അലങ്കരിച്ചിരുന്ന പ്രശസ്തരായ സംഗീതജ്ഞരാരൊക്കെയാണെന്ന് ചോദിച്ചാല് ഷഡ്കാല ഗോവിന്ദമാരാർ, മേരുസ്വാമി, വടിവേലു, ശിവാനന്ദൻ, പൊന്നയ്യ, ചിന്നയ്യ എന്നിവരായിരുന്നു. ഒന്നുകൂടി പറയാം, സോതി തിരുനാളിന്റെ സദസ് അലങ്കരിച്ചിരുന്ന പ്രശസ്തരായ സംഗീതജ്ഞർ ആരൊക്കെയായിരുന്നു? ഷഡ്കാല ഗോവിന്ദമാരാരും മേരുസ്വാമിയും. ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം. കാരണം ഇവർ രണ്ടുപേരുടെ പേരും PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം നമ്മൾ പഠിക്കാനുള്ളതാണ് വടിവേലു, ശിവാനന്ദൻ, പൊന്നയ്യ, ചിന്നയ്യ എന്നിവർ കൂടി. അപ്പോൾ ഇത്രയും സുഹൃത്തുക്കള് വ്യക്തമായിട്ട് പഠിക്കുക. സോതി തിരുനാളിന്റെ ആസ്ഥാന കവി എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ സോതി തിരുനാളിന്റെ സദസ്സിലെ ആസ്ഥാന കവി എന്നറിയപ്പെട്ടിരുന്നത് ഇരയമ്മൻ തമ്പിയായിരുന്നു. ഇതും PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സോതി തിരുനാളിന്റെ ആസ്ഥാന കവി എന്നറിയപ്പെടുന്നത് ആരായിരുന്നു? ഇരയമ്മൻ തമ്പിയായിരുന്നു. ഓമന തിങ്കൾ കിടാവോ എന്ന ഗാനം രചിച്ചത് ഇരയമ്മൻ തമ്പി. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഓമന തിങ്കൾ കിടാവോ എന്ന ഗാനം രചിച്ചത് ആരാണ്? ഇരയമ്മൻ തമ്പിയാണ്. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യം. ഉത്തരാ സ്വയംവരം ആട്ടക്കഥ രചിച്ചത് ഇരയമ്മൻ തമ്പി. ഉത്തരാ സ്വയംവരം ആട്ടക്കഥ രചിച്ചത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇരയമ്മൻ തമ്പിയാണ്. ഒന്നുകൂടി പറയാം, സോതി തിരുനാളിന്റെ ആസ്ഥാന കവി എന്നറിയപ്പെടുന്നത് ഇരയമ്മൻ തമ്പി. ഓമന തിങ്കൾ കിടാവോ എന്ന ഗാനം രചിച്ചത് ഇരയമ്മൻ തമ്പി. ഉത്തരാ സ്വയംവരം ആട്ടക്കഥ രചിച്ചത് ഇരയമ്മൻ തമ്പി. ഈ 3 പോയിന്റ് PSC ഒരുപാട് തവണ പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതാണ്. നവരാത്രി ഉത്സവത്തിനോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് നവരാത്രി സംഗീതോത്സവം ആരംഭിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അത് സോതി തിരുനാളാണ്. ഇമ്പോർട്ടന്റ് ആണ്. നവരാത്രി ഉത്സവത്തിനോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് നവരാത്രി സംഗീതോത്സവം ആരംഭിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അത് സോതി തിരുനാളായിരുന്നു. 1846 ഡിസംബറിൽ തന്റെ 33-ാം വയസ്സിൽ സോതി തിരുനാൾ നാടു നീങ്ങി. അതും പഠിച്ചോളനെ. 1846 ഡിസംബറിൽ തന്റെ 33-ാമത്തെ വയസ്സിൽ സോതി തിരുനാൾ നാട് നീങ്ങുകയാണ് ചെയ്തത്. പഠിക്കുക. അപ്പൊ വളരെ ചെറിയൊരു പ്രായത്തിൽ അദ്ദേഹം എന്ത് ചെയ്തു? മരിച്ചുപോയി. സോതി തിരുനാളിനെ പറ്റി ഇത്രയും പോയിന്റ്സ് ഓർത്തു വെച്ചു. നമ്മൾ അടുത്തതായി പഠിക്കുവാൻ പോകുന്ന തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ആരാണ്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ് ഉത്രം തിരുനാളിനെ പറ്റി പഠിക്കുവാനുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് 1847 മുതൽ 1860 വരെയാണ്. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലഘട്ടം എന്നറിയപ്പെടുന്നത് 1847 മുതൽ 1860 വരെയായിരുന്നു. തന്റെ മുൻഗാമികളുടെ കർമ്മ പദ്ധതിയിലൂടെ സഞ്ചരിച്ചിരുന്ന തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നു ഉത്രം തിരുനാൾ. തന്റെ മുൻഗാമിയുടെ കർമ്മ പദ്ധതികളിലൂടെ സഞ്ചരിച്ചിരുന്ന തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നു ഉത്രം തിരുനാൾ.
കഥകളിയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഉത്രം തിരുനാളിന്റെ കാലഘട്ടമാണ്. പഠിച്ചോളനെ, കഥകളിയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഉത്രം തിരുനാളിന്റെ കാലഘട്ടമായിരുന്നു. കഥകളിയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഉത്രം തിരുനാളിന്റെ ഭരണകാലഘട്ടമായിരുന്നു. പഠിക്കുക. ഒന്നാം സ്വാതന്ത്ര്യ സമര കാലത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നു ചോദിച്ചാൽ അത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയായിരുന്നു. ഒന്നുമില്ല സുഹൃത്തുക്കളെ, 1857 നമ്മുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടില്ലേ സുഹൃത്തുക്കളെ? ആ സമയത്ത് നമ്മുടെ തിരുവിതാംകൂറിന്റെ ഭരണാധികാരി ആര് എന്ന് ചോദിച്ചാൽ അത് ഉത്രം തിരുനാളായിരുന്നു. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അപ്പോൾ 1857 അല്ലെങ്കിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെടുന്ന കാലത്ത് നമ്മുടെ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു? നമ്മുടെ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയായിരുന്നു. പഠിക്കുക. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കുവാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. പഠിച്ചോളനെ, ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കുവാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. പഠിക്കുക. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കുവാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയായിരുന്നു. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കുവാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് അല്ലെങ്കിൽ വിളംബരം പുറത്തു വന്ന വർഷം 1859 ജൂലൈ 26. ഈ വർഷം അങ്ങ് പഠിച്ചോളുക. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കുവാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറത്തു വന്ന വർഷം ചോദിച്ചാൽ 1859 ജൂലൈ മാസം 26 തീയതി. 1859 ജൂലൈ മാസം 26 തീയതിയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലഘട്ടം എന്നറിയപ്പെടുന്നത് 1847 മുതൽ 1860 വരെയായിരുന്നു. തന്റെ മുൻഗാമിയുടെ കർമ്മ പദ്ധതികളിലൂടെ സഞ്ചരിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നു ഉത്രം തിരുനാൾ. കഥകളിയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഉത്രം തിരുനാളിന്റെ ഭരണകാലഘട്ടമായിരുന്നു. ഒന്നാം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്ത് തിരുവിതാംകൂറിന്റെ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അല്ലെങ്കിൽ 1857 വിപ്ലവ സമയത്തെ നമ്മുടെ തിരുവിതാംകൂർ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയായിരുന്നു. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കുവാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് തിരുവിതാംകൂർ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കുവാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് അല്ലെങ്കിൽ വിളംബരം പുറത്തു വന്ന വർഷം 1859 ജൂലൈ മാസം 26 തീയതി. കൊട്ടാരത്തിലെയും നിർമ്മാണ പ്രവർത്തനങ്ങളിലെയും ദേവസ്വങ്ങളിലെയും ചെലവ് കർശനമായി വെട്ടിച്ചുരുക്കിയ തിരുവിതാംകൂർ ഭരണാധികാരി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. കൊട്ടാരങ്ങളുടെ നിർമ്മാണത്തിലും അതുപോലെ തന്നെ മറ്റു നിർമ്മാണ പ്രവർത്തനങ്ങളുടെയും ദേവസ്വങ്ങളുടെയും ചിലവ് കർശനമായി വെട്ടിച്ചുരുക്കിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. തിരുവിതാംകൂറിന്റെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂറിന്റെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അത് ഉത്രം തിരുനാളായിരുന്നു. സർക്കാരിന്റെ കീഴിലുള്ള അടിമകൾക്കുണ്ടാകുന്ന കുട്ടികൾക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് ഊഴിയം വേല നിർത്തലാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരി ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഇമ്പോർട്ടന്റ് പോയിന്റ്, ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്, ഇനിയും ചോദിക്കും. സർക്കാരിന്റെ കീഴിലുള്ള അടിമകൾക്കുണ്ടാകുന്ന കുട്ടികൾക്ക് അക്കാലത്ത് സ്വാതന്ത്ര്യമില്ലായിരുന്നു. അവരും അടിമകളായി തന്നെ പ്രവർത്തിക്കണമായിരുന്നു സർക്കാരിന് വേണ്ടിയിട്ട് എന്നായിരുന്നു തിരുവിതാംകൂറിന്റെ നിയമം. ഇതറിയപ്പെട്ടിരുന്ന പേരായിരുന്നു കേട്ടോ, ഊഴിയം വേല. അപ്പോൾ ഊഴിയം വേല എന്താ സുഹൃത്തുക്കളെ? സർക്കാരിന്റെ കീഴിലുള്ള അടിമകൾക്കുണ്ടാകുന്ന കുട്ടികളും എന്ത് ചെയ്യണം? അടിമകളെ പോലെ സർക്കാരിന് വേണ്ടി ജോലി ചെയ്യണമായിരുന്നു. ഇതിനറിയപ്പെടുന്ന പേരാണ് ഊഴിയം വേല. ഈ ഊഴിയം വേല നിർത്തലാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിന്റെ കീഴിലുള്ള അടിമകൾക്കുണ്ടാകുന്ന കുട്ടികൾക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുത്ത തിരുവിതാംകൂർ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. പഠിക്കുക. ഊഴിയം വേല നിർത്തലാക്കിക്കൊണ്ട് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ വിളംബരം പുറപ്പെടുവിച്ച വർഷം 1853. ഊഴിയം വേല നിർത്തലാക്കിക്കൊണ്ട് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ വിളംബരം പുറപ്പെടുവിച്ച വർഷം 1853. വർഷം എത്രയാണ്? 1853. 1859 തിരുവനന്തപുരത്ത് പെൺകുട്ടികൾക്ക് വേണ്ടി സ്കൂൾ സ്ഥാപിച്ചു ആരാണ്? നമ്മുടെ ഉത്രം തിരുനാൾ. മറക്കല്ലേ, 1859 തിരുവനന്തപുരത്ത് പെൺകുട്ടികൾക്ക് വേണ്ടി സ്കൂൾ സ്ഥാപിച്ചത് ആരെന്ന് ചോദിച്ചാൽ അത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. കൊട്ടാരത്തിലെയും നിർമ്മാണ
നിർമ്മാണ പ്രവർത്തനങ്ങളുടെയും ദേവസ്വങ്ങളുടെയും ചിലവ് മുഴുവൻ കർശനമായിട്ട് വെട്ടിച്ചുരുക്കിയ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നു ചോദിച്ചാൽ അത് ഉത്രം തിരുനാളായിരുന്നു. തിരുവിതാംകൂറിന്റെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ഉത്രം തിരുനാളായിരുന്നു. സർക്കാരിന്റെ കീഴിലുള്ള അടിമകൾക്കുണ്ടാകുന്ന കുട്ടികൾക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് ഊഴിയം വേല നിർത്തലാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അത് ഉത്രം തിരുനാളാണ്. ഊഴിയവേല എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് സർക്കാരിന്റെ കീഴിലുള്ള അടിമകൾക്കുണ്ടാകുന്ന കുട്ടികൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കില്ല. അവരും അടിമകളെ പോലെ സർക്കാരിന് വേണ്ടി ജോലി ചെയ്യണമായിരുന്നു. ഇതിനെ വിളിക്കുന്ന പേരായിരുന്നു ഊഴിയം വേല. ഇത് നിർത്തലാക്കിയത് ആരാണ്? നമ്മുടെ ഉത്രം തിരുനാളായിരുന്നു. ഊഴിയം വേല നിർത്തലാക്കിക്കൊണ്ട് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ വിളംബരം പുറപ്പെടുവിച്ച വർഷം 1853. 1859 തിരുവനന്തപുരത്ത് പെൺകുട്ടികൾക്ക് വേണ്ടി ഒരു സ്കൂൾ സ്ഥാപിച്ചതായിരുന്നു ചോദിച്ചാൽ അത് നമ്മുടെ ഉത്രം തിരുനാളാണ്. രാജ ഫ്രീ സ്കൂളിൽ വാർഷിക പരീക്ഷകളിൽ വിജയിക്കുന്നവർക്ക് സമ്മാനങ്ങൾ ഏർപ്പെടുത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയായിരുന്നു കേട്ടോ. രാജ ഫ്രീ സ്കൂൾ സ്ഥാപിച്ചത് ആരാ സുഹൃത്തുക്കളെ? അത് നമ്മുടെ സ്വാതി തിരുനാളായിരുന്നു. എന്നാൽ സ്വാതി തിരുനാളിന് ശേഷം വന്ന നമ്മുടെ ഉത്രം തിരുനാൾ എന്താ ചെയ്തത്? രാജാ ഫ്രീ സ്കൂളില് വാർഷിക പരീക്ഷകളിൽ വിജയിക്കുന്നവർക്ക് സമ്മാനങ്ങൾ എന്ത് ചെയ്തു? ഏർപ്പെടുത്തി. തിരുവിതാംകൂറിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് ആലപ്പുഴയിൽ പണി കഴിപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. PSC ഒരുപാട് തവണ പ്രീവിയസ് ആയി ചോദിച്ച 2 ചോദ്യങ്ങൾ ഇവിടെ കിടപ്പുണ്ട്. തിരുവിതാംകൂറിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് എവിടെയെന്ന് ചോദിച്ചാൽ അത് ആലപ്പുഴ. അല്ലെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് എവിടെയെന്ന് ചോദിച്ചാൽ ആലപ്പുഴ. മറക്കല്ലേ, തിരുവിതാംകൂറിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് എവിടെയെന്ന് ചോദിച്ചാൽ ആലപ്പുഴ. കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് ചോദിച്ചാലും അതും ഇവിടെ തന്നെയാണ്, ആലപ്പുഴ. രണ്ടും ഒരു ചോദ്യമാണ്, ഒരേ ഉത്തരവുമാണ്. മറക്കരുത്. 2 ചോദ്യങ്ങൾ എന്നേ ഉള്ളൂ, പക്ഷെ ഉത്തരം ഒന്ന് തന്നെയാണ്. മറക്കരുത്. അപ്പോ ഇത്രയേ ഉള്ളൂ പോയിന്റ് നമ്മളിവിടെ പറഞ്ഞത്. തിരുവിതാംകൂറിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ്, അല്ലെങ്കിൽ നമുക്ക് പറയാം കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് ആലപ്പുഴയിൽ പണി കഴിപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആര് എന്ന് ചോദിച്ചാൽ അത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അപ്പൊ പോസ്റ്റ് ഓഫീസ് നിർമ്മിച്ചത് ആരാ സുഹൃത്തുക്കളെ? ആലപ്പുഴയിലെ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായ വർഷം 1857. LGS ഉള്ള സുഹൃത്തുക്കളും പ്രത്യേകിച്ച് LD ഉള്ള സുഹൃത്തുക്കളും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചോളേ. തിരുവിതാംകൂറിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായ വർഷം 1857. അതായത് നമ്മുടെ 1ാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെടുന്ന സമയത്ത് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുമായിരുന്നു? തിരുവിതാംകൂർ പോസ്റ്റ് ഓഫീസ് നിർമ്മിക്കുമായിരുന്നു കേട്ടോ. ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് നിർമ്മിക്കുകയായിരുന്നു. അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക. തിരുവിതാംകൂറിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായ വർഷം 1857 ആണ്. 1859 അയർലൻഡുകാരനായ ജെയിംസ് ഡാറ ആലപ്പുഴയിൽ ഡാറാസ് മെയിൽ എന്ന കയർ ഫാക്ടറി സ്ഥാപിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഇതും PSC ഒരുപാട് തവണ ചോദിച്ചതാണ്. 1859 അയർലൻഡുകാരനായ ജെയിംസ് ഡാറ ആലപ്പുഴയിൽ ഡാറാസ് മെയിൽ എന്ന കയർ ഫാക്ടറി സ്ഥാപിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയായിരുന്നു. ഇവിടെ നിന്നും PSC 2 ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഒന്നാമത്തെ ചോദ്യം, ഡാറാസ് മെയിൽ സ്ഥാപിച്ച വ്യക്തി ആരെന്നാണ്? ജെയിംസ് ഡാറയാണ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചോദിച്ചതാണ് കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിതമായത് എവിടെയാണ്? ആലപ്പുഴയാണ്. സ്ഥാപിച്ച വ്യക്തി ആരാണ്? ജെയിംസ് ഡാറയാണ്. ഇങ്ങനെ PSC ചോദിക്കുമേ, മറക്കല്ലേ, ഇമ്പോർട്ടന്റ് ആണ്. 2 പ്രധാനപ്പെട്ട പോയിന്റ് ആണ് നമ്മൾ പറഞ്ഞത്. 1859 ആലപ്പുഴയിലെ ഡാറാസ് മെയിൽ എന്ന് പറയുന്ന കയർ ഫാക്ടറി സ്ഥാപിച്ചത് ആരെന്നായിരിക്കും PSC ചോദിക്കുന്നത്. ഉത്തരം എന്താണ്? ജെയിംസ് ഡാറയാണ്. പക്ഷേ ഡാറാസ് മെയിൽ എന്ന് കേട്ടിട്ട് ജെയിംസ് ഡാറയാണെന്ന് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചോളാം. ആ ജെയിംസ് എന്നുള്ള പേരിനാണ് ഇമ്പോർട്ടന്റ്. കാരണം PSC ചോദിക്കുമ്പോൾ ജോൺ എന്നോ ജേക്കബ് എന്നോ വെച്ച് പറഞ്ഞിട്ട് അതിനുശേഷം എന്ത് ചെയ്യും? ഡാറ ഇട്ടേരും. അപ്പൊ അവിടെ ഇരുന്ന് കൺഫ്യൂഷൻ അടിക്കുമെന്ന് PSCക്ക് അറിയാം. എടുത്തു പഠിച്ചോളുക. ജെയിംസ് ഡാറയാണ് ആലപ്പുഴയിൽ ആദ്യമായിട്ട് കയർ ഫാക്ടറി സ്ഥാപിക്കുന്നത്. ഇതുപോലെ തന്നെ PSC ചോദിക്കുന്നത് കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി എവിടെയാണ് സ്ഥാപിതമായതെന്നാണ്. അത് ആലപ്പുഴയിലാണ്. ഇത് ഏത് വർഷമാണ് സ്ഥാപിതമായെന്ന് ചോദിച്ചാൽ അത് 1859 അതുപോലെ ഇമ്പോർട്ടന്റ് ആണ്. ഏത് ഭരണാധികാരി, അതായത് ഏത് തിരുവിതാംകൂർ ഭരണാധികാരിയുടെ കാലഘട്ടത്തിലായിരുന്നു നമ്മുടെ ഈ ഡാറാസ് മെയിൽ അല്ലെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിതമായെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഉത്രം തിരുനാളിന്റെ കാലഘട്ടത്തിലായിരുന്നു. പഠിക്കുക. തിരുവനന്തപുരത്ത് നേപ്പിയർ മ്യൂസിയം സ്ഥാപിച്ച ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഉത്രം തിരുനാളായിരുന്നു. പഠിച്ചോളനെ. തിരുവനന്തപുരത്ത് നേപ്പിയർ മ്യൂസിയം സ്ഥാപിച്ചത് ആരെന്ന് ചോദിച്ചാൽ ഉത്രം തിരുനാളാണ്. തിരുവനന്തപുരത്ത് നേപ്പിയർ മ്യൂസിയം സ്ഥാപിച്ചത് ആരെന്ന് ചോദിച്ചാൽ അത് ഉത്രം തിരുനാളാണ്. പഠിക്കുക.
വൈദ്യശാസ്ത്രത്തിൽ തൽപരനായിരുന്ന തിരുവിതാംകൂർ ഭരണാധികാരി ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഇമ്പോർട്ടന്റ് ആണ്. വൈദ്യശാസ്ത്രത്തിൽ തൽപരനായിരുന്ന തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയായിരുന്നു. ഇത്രയുമായിരുന്നു നമ്മുടെ തിരുവിതാംകൂർ രാജവംശങ്ങൾ പഠിച്ചത്. ഇനി നമുക്ക് ഒത്തിരി പോയിന്റ്സ് പഠിക്കാനുണ്ട്. പ്രത്യേകിച്ച് തന്നെ നമ്മുടെ ശ്രീമൂലം തിരുനാളൊക്കെ പഠിക്കുവാനുണ്ട്. അങ്ങനെ കുറച്ച് പ്രശസ്തരായിട്ടുള്ള വ്യക്തികൾ ഇനിയും നമുക്ക് പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ രാജാക്കന്മാർ പഠിക്കുവാനുണ്ട്. അപ്പോൾ ഇത്രയും സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് പഠിക്കുക. ഇതിന്റെ ബാക്കി ഭാഗം ഉടൻ തന്നെ വരുന്നതാണ്. ഇത്ര നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങൾ എത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു.